എന്റെ റബ്ബില്ലായ തമ്പുരാനെ, 10 വർഷത്തിന് ശേഷം എന്റെ മൂത്ത മകൻ ഗഫൂർ ഇന്ന് ഗൾഫിൽ നിന്ന് വരുന്ന ദിവസമാണ്. ഇപ്പൊ അവന്റെ സ്വഭാവമൊക്കെ നല്ലതായി കാണും. പണ്ടത്തെ ഗഫൂറിനെ പറ്റി നിങ്ങൾക്കറിയാമോ? നേരം വെളുത്താൽ ഉച്ച വരെ അവർ റെസ്റ്റ് എടുക്കും. ഉച്ച കഴിഞ്ഞ് റെസ്റ്റ് എടുത്തതിന്റെ ക്ഷീണം മാറ്റാൻ രാത്രി വരെ വിശ്രമിക്കും. ഇതാണ് അവന്റെ പ്രകൃതം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? പണിക്ക് വരുന്നുണ്ടോ ഗഫൂറെ എന്ന് ചോദിച്ചതിന് ആത്മാർത്ഥ സുഹൃത്തിനെ പേനാക്കത്തിക്ക് കുത്തിയവനാണ് നമ്മുടെ മോൻ. ഇപ്പൊ അവന്റെ സ്വഭാവമൊക്കെ മാറിക്കാണും. ഇവളിതെവിടെ പോയി കിടക്കുക? ആമിന, എന്താ മനുഷ്യനെ കിടന്ന് തൊള്ള ഉറക്കരുത്. നീ ശരിക്കും മഴ നഞ്ഞിട്ടുണ്ടല്ലോടി, പനി പിടിക്കില്ലേ? അത് ഞമ്മക്കൊരു പനിയുടെ ഗുളിക കളഞ്ഞു കിട്ടിയ മനുഷ്യനെ അത് പായാക്കി കളയാണ്ടിരിക്കാൻ വേണ്ടി നനഞ്ഞാണെന്നേ. എടി, ഞമ്മടെ മോനൊന്ന് വന്നിട്ട് വേണം എനിക്ക് ഗൾഫുകാരന്റെ ബാപ്പ എന്ന് പറഞ്ഞൊന്ന് ഞെളിഞ്ഞ് നടക്കാൻ. അവൻ കൊണ്ടുവരുന്ന കുങ്കുമപ്പൂ തലയിൽ വെച്ചോണ്ട് വേണം ഞമ്മക്ക് നാട്ടുകാരുടെ മുമ്പിൽ കൂടെ ഞെളിഞ്ഞ അയൽക്കൂട്ടത്തിന് പോകാൻ കോയാ. അങ്ങനെയാണെങ്കിൽ അവൻ കൊണ്ടുവരുന്ന ബദാം പരിപ്പ് കൊണ്ട് വേണം ഞമ്മക്ക് ഈ ഏരിയയിലുള്ള കാക്കകളെ മുഴുവൻ എറിഞ്ഞു ഓടിക്കാൻ. നിങ്ങൾ ആ കാക്കയുടെ കാല് തല്ലിയൊടിക്കുന്നതിന് പാരോ ആ ചുക്കുറു കാക്കയുടെ കാല് തല്ലിയൊടിയില്ലേ? അതെന്തിനാടി? അങ്ങനെയാണ് നമ്മുടെ പുറകിൽ ഇപ്പൊ മാറാത്തെ. പക്കെങ്കിൽ വലിച്ചേന് നമ്മളെ മോ എയർപോർട്ടിൽ നീ ഇവിടെ എങ്ങനെ എത്തൂ? എന്താടി കുഴപ്പം? ഇന്ന് കേരളം മൊത്തം ഹർത്താലല്ലേ? ഹർത്താലോ? ആ പലിശക്കാരൻ മൊയ്തീനായിരിക്കും. നീ ആ ഫോൺ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഇല്ലാന്ന് അങ്ങോട്ട് പറ. ഹലോ, ഇക്ക ഇവിടെ ഉണ്ട്. ഉണ്ടല്ലേ? നിങ്ങളെന്ന് വിശ്വസിക്കേ. ഇക്ക ഇവിടെ ഉണ്ട്. അല്ല പിന്നെ നിന്നോട് നമ്മളിവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് നീ എന്തിനാടി ഉണ്ടെന്ന് പറഞ്ഞത്? അതിനകത്ത് നിങ്ങൾക്ക് വന്നേക്കണ ഫോണല്ലല്ല, പിന്നെ ഞമ്മക്ക് വന്ന ഫോണാണ്. എന്നാ കുഴപ്പമില്ല. അല്ലേലും ഞമ്മക്കറിയാം നിങ്ങൾക്ക് നമ്മളോട് യാതൊരു സ്നേഹവും ഇല്ല. അങ്ങനെ പറയരുത്. പെണങ്ങല്ലേ മോളെ, നമ്മള് മിണ്ടൂല്ല. നീ എന്റെ മുത്തല്ലേ? ഒന്ന് പോകരുങ്ങുമോറ. പഞ്ചാരയല്ലേ? പോ അവിടുന്ന്. തേനല്ലേ? കൽക്കണ്ട കനിയല്ലേ? ഒന്ന് പതുക്കെ പറയാൻ മനസ്സാ. അതെന്താ? വല്ല ഉറുമ്പുകളും കേട്ടാ പിന്നെ അത് മതിയേ, നമ്മളെ വെച്ചേക്കൂല. വീരാനിക്ക, അല്ല, ആരിത് മൂന്നാനോ? എടാ മൂന്നാനെ, നിന്റെ ബാപ്പ നമ്മളോട് ചെയ്ത ഒരു ചതി കാരണം ഞാനിപ്പോ ഈ കിടന്ന് അനുഭവിക്കുന്നത്. എന്ത് ചതിയാണ് എന്റെ ബാപ്പ ബീരാനിക്കോട് ചെയ്തത്? നിങ്ങൾ പാരമ്പര്യമായിട്ട് മൂന്നാന്മാരായിരുന്നല്ലോ. ആണ്. അങ്ങനെ നിന്റെ ബാപ്പ എനിക്ക് കെട്ടിച്ചു തന്ന ബീവിയാണ് ഈ നിക്കണ ബെടക്ക്. അതാണ് ഇവിടെ നല്ല ഉടക്ക്. ഈ തങ്കക്കുടം പോലെയുള്ള ഇത്തയെ കെട്ടിട്ട് ഇക്കാക്ക് എന്താ ഇപ്പൊ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? ഒരു പണിയില്ലാത്ത നിങ്ങളെ കല്യാണം കഴിച്ച ഞമ്മളെ വേണം പറയാൻ. എടി, നിന്നെ കല്യാണം കഴിച്ചതല്ലേടി ഈ നൂറ്റാണ്ടിൽ ഞമ്മക്ക് കിട്ടിയ ഏറ്റവും വലിയ പണി. ഞമ്മക്ക് കിട്ടിയ കെണി എന്ത് പറയാൻ, വിട്ടേമ്പക്കം തിരിച്ചു കയറത്തില്ലല്ലോ. പിന്നെ മൂന്നാനെ, നമ്മുടെ മകൻ ഗഫൂറിന് നല്ലൊരു ആലോചന മൂന്നാം കൊണ്ടുവരണം. അത് പിന്നെ ഇക്ക വല്ല ഡിമാൻഡും ഉണ്ടോ? നല്ല മൊഞ്ചുള്ള പെണ്ണായിരിക്കണം. ഈ മൊഞ്ചിനൊക്കെ ഇപ്പൊ എന്താ കിലോയ്ക്ക് വില? നല്ല പഠിത്തം വേണം. പിന്നെ സ്വർണവും പണവും അവളെ ഇട്ട് മൂടാനുള്ളത് കിട്ടണം. ഇതാ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു കുഴപ്പം. പണിയില്ലാതെ തെക്കും വടക്കും നടക്കുന്നോനു വേണം. സ്ത്രീധനമായി ലക്ഷങ്ങളും സ്വർണ്ണ പണ്ടങ്ങൾ 100 പവനും. പഠിപ്പില്ലാത്ത കഴുതകൾക്കും BSc കരിയെ വേണം. കരടി പോലെ കറുത്തവനും വെളുത്ത പെണ്ണിനെ വേണം. പോക്കൂത്തി പോലെ ഇരിക്കുന്നോനും ഐശ്വര്യ റായിയെ വേണം. വക്കത്തി പോലെ വളഞ്ഞവനും കലക്കം പെണ്ണിനെ വേണം. നമ്മുടെ മോൻ എത്തി. മോനെ, എങ്ങനെ ഉണ്ടായിരുന്നടാ നിന്റെ യാത്ര? ഡോണ്ട് ടച്ച് മീ. അങ്ങനെയാണ് അറബികളൊക്കെ സാധാരണ പറയാറുള്ളത്. ആട്ടെ, നീ ഇപ്പൊ എങ്ങനെ എത്തിയത്? എന്റെ പാപ്പിച്ച, സമ്പൃദ്ധകൃതമായ 15 വർഷത്തിന് ശേഷം ഈ സുക്കൂർ ഗൾഫിനകത്ത് നിന്ന് വന്ന് ചാടിയിരിക്കുക. ഓഹോ, എന്റെ വീടും അയ്യോക്ക് എന്തുവായത്, ഒരു മാറ്റമില്ല. മോനെ സുക്കൂറെ, എന്താ മോനെ എന്റെ പെട്ടിക്കാത്ത? കുറച്ച് ഡ്രസ്. എന്തിനാ മോനെ ഇത്രയും ഡ്രസ് എടുത്തത്? എന്നെ പൊന്നിമിച്ച കുറച്ച് അഡ്രസ് ആകുന്നു. എടാ, ഗൾഫിൽ നിന്ന് വന്നിട്ട് നിന്റെ ബാപ്പയ്ക്ക് ഒന്നും കൊണ്ടുവന്നില്ലേ? ഉണ്ട് പാപ്പ, ഉണ്ട്.
ഒരു വാച്ച്. ആ ഇത് കൊള്ളാലോ മോനെ, സന്തോഷമായി ബാപ്പക്ക് നീ ഇത് തന്നല്ലോ. സന്തോഷമൊക്കെ അവിടെ നിൽക്കട്ടെ, ആ സ്റ്റാലിച്ചാന്റെ മോൻ റാഡോ വരുമ്പോ ഇതങ്ങ് ഒരു കൊടുത്തേക്കണം. ഈ ബാപ്പയുടെ മോൻ തന്നെ. വൈദ്യവയ്യന്റെ വാപ്പിച്ച, where is my sister of the സൗദി? എന്തോ പറഞ്ഞാലും വായിക്കാത്തോട്ട് അറബി ഇംഗ്ലീഷ് മാത്രമാവും വരുന്നത്. എവിടെ എന്റെ സ്വന്തം പുന്നാര പെങ്ങളുടെ റംലി മുളി റംലി. ഹായ്, ഇക്കാക്ക എത്തി. ഇക്കാക്ക ഗൾഫിൽ നിന്ന് എനിക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? ഉണ്ട് മോളെ, ഉണ്ട്. നിനക്ക് ഞാനൊരു സുന്ദരം മണവാളനെ കണ്ടുവച്ചിട്ടടി. ആണോടാ മോനെ? അല്ലാതെ എന്റെ സ്വന്തം അറബിയുടെ തെക്കും പാത്ത് കെട്ടിച്ചിട്ട് അപ്പച്ചിയുടെ സ്വന്തം എളിയമ്മയുടെ മോൻ. മോൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോ ബാപ്പ ഒരു ആഗ്രഹം പറയുമായിരുന്നു, അത് മോൻ സാധിച്ചു തന്നില്ല. എന്റെ പുന്നാര വാപ്പച്ചിക്ക് അറബി മണ്ണി കാലുകുത്തണം എന്നുള്ള ആഗ്രഹമല്ലേ? അതെ, അത് ഞാൻ സാധിച്ചു തരുന്നുണ്ട് ഇപ്പൊ. അപ്പൊ നീ വിസയായിട്ടാണ് വന്നേക്കണത്? അല്ല, പിന്നെ അറബി നാട്ടിൽ ഒരു പതി മണ്ണുമായിട്ടാ ഞാൻ വന്നേക്കുന്നത്. ഈ മണ്ണിനകത്ത് എന്റെ വാപ്പ കാല് കുത്തണം. കുത്താനെന്ന് ആന്റെ കാര്യത്ത് മണ്ണെല്ലാം കൂടെ പറന്നു പോകുന്നതിന് മുമ്പ് കുത്തുകളവാ. ദേ കുത്തി. ദുബായ് ഫ്ലൈറ്റിന്റെ സമയം. ദുബായ് ഫ്ലൈറ്റ് ആ പോകുന്നത്. ആണോ? പിന്നല്ലാതെ നമ്മുടെ സ്വന്തം കക്ഷി തങ്കപ്പണനാണ് പ്ലെയിൻ ഓടിച്ചോണ്ടിരിക്കുന്നത്. ആണോ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ. ഓ, എന്തോ വിടക്കുമായി വിടുന്നത്. ഞങ്ങള് കുറെ പാവങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. പുകയൊക്കെ പുറത്തതൊക്കെ വിട്ടുപോ. വെള്ളം ഓടിച്ചുകൊണ്ടെങ്കും പ്ലെയിൻ ഓടിച്ചിട്ട് മേഘത്തെ കൊണ്ടോ ഇടിച്ചേക്കല്ല. അതിരിക്കട്ടെ, ആരാ എയർ ഹോസ്റ്റസ്? ഓന്നോ, തകർത്തോ കൊണ്ട് വിട്ടിട്ടിങ്ങ് വന്നേക്കണം കേട്ടോ. നമുക്കിവിടെ കൂടാ. എടാ, ഞങ്ങൾ തമ്മിലുള്ള കമ്പനി, ഞങ്ങൾ തമ്മിൽ പോടാ പന്നി ബന്ധമില്ലേ? ആണോ? പിന്നല്ലാതെ. ഗൾഫിൽ ഇവിടുത്തെ പോലെ തന്നെയാണോടാ? വ്യത്യാസം, ഭയങ്കരമായ വ്യത്യാസം. വ്യത്യാസത്തെ തട്ട് നമ്മളങ്ങ് ഉരുണ്ട് വീഴുമല്ലേ. അതെന്താ മോനെ? ഇവിടെ നമ്മളൊരു സിഗരറ്റ് വലിക്കുവാണെങ്കിൽ അതിന്റെ പഞ്ഞി എവിടെ ആയിരിക്കും? പുറകില്. അവിടെ അങ്ങനല്ല, അങ്ങ് ഫ്രണ്ടിലാ പഞ്ഞി, ഫ്രണ്ടില്. അപ്പൊ ഞമ്മള് വലിക്കുമ്പോ എന്ത് ചെയ്യും? സിമ്പിൾ. വലിക്കാൻ സമയമാകുമ്പോ തിരിച്ചു വെച്ചങ്ങ് വലിച്ചാ മതി. സുക്കൂറേ, ബാപ്പാന്റെ മുമ്പിലാണാ നീ സിഗരറ്റ് വലിക്കണത്? ബാപ്പല്ലേ, അല്ലാതെ പെട്രോൾ പമ്പൊന്നും അല്ലല്ലോ. ആരുമില്ലടി, 10 വർഷം കൊണ്ട് എന്റെ മോൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതല്ലേ. ഇപ്പൊ അവൻ കുറച്ച് സ്വർണവും പണവും ഒക്കെ സമ്പാദിച്ച് അവന്റെ പൊന്നു പെങ്ങളെ കെട്ടിക്കാൻ വന്നതല്ലേ, അല്ലേ മോനെ? അല്ല പിന്നെ പട്ടിണി കൊണ്ട് പൊറുതിമുട്ടി ഒരിത്തിരി കഞ്ഞിവെള്ളം കുടിക്കാൻ വന്നതാ എന്റെ പൊന്നു വാപ്പാ. അപ്പൊ നിനക്കവിടെ 10 വർഷം എന്തായിരുന്നാ പണി? 10 വർഷത്തിൽ കൂടുതൽ ഒരു നാട്ടിൽ കിടന്ന് തെണ്ടാൻ പാടില്ലെന്ന തെണ്ടികൾ പറഞ്ഞു. അവന്മാരെന്നെ പറഞ്ഞു വിട്ടു. നശിപ്പിച്ചല്ലോടാ ഭയ്യാ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം. അന്നും ഇന്നും എന്നും നിന്നെ കൊണ്ട് ഈ കുടുംബത്തിന് ഒരു ഗുണവും ഇല്ലല്ലോടാ ഗഫൂറേ. ഈ വീട്ടുമുറ്റത്തൊരു പന്തലിട്ട് നമ്മുടെ നിക്കാഹ് നടക്കുന്നു തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു കോന്തം വന്നിരുന്നെങ്കിൽ അവന്റെ കൂടെ ഒളിച്ചോടി പോകാമായിരുന്നു. റംലക്കുട്ടി, ഹായ്, എന്റെ ജമാലിക്ക. സത്യം പറഞ്ഞ ജമാലിക്ക എന്റെ ജീവനാ. നീ എന്റെ കൈരളിയാ. പിന്നെ റംലക്കുട്ടി, നിനക്ക് ഈ വേഷം ചേരില്ല. നിനക്ക് ജീൻസും ഷർട്ടുമാ നല്ലത്. ജീൻസ് ഞാൻ വെറുത്തു. അതെന്താ? ഇന്നാളൊരു ദിവസം ജീൻസ് വിട്ടോണ്ട് ഞാൻ ബസ് കയറിയപ്പോ എന്റെ ജീൻസിന്റെ പുറയിലെ പോക്കറ്റിൽ നിന്ന് ഒരുത്തൻ 100 രൂപ അടിച്ചു മാറ്റി. നിനക്ക് ഒരാള് ദേഹത്ത് തൊടുമ്പോ അറിയാൻ പാടില്ലേ? അതിന് ഞാൻ അറിഞ്ഞാ മോട്ടിക്കാനാ തുടങ്ങിയത്. എന്റെ റംലക്കുട്ടീനെ എനിക്ക് എന്ത് ഇഷ്ടമെന്നറിയാമോ? നീ എന്ത് ചോദിച്ചാലും ഈ ജമാലിക്ക് അത് വാങ്ങിച്ചു തരും. വേണ്ട, ഞാൻ മിണ്ടൂല്ല. അയ്യോ, എന്തു പറ്റി? ഞാൻ ആവശ്യപ്പെട്ട സമയത്തൊക്കെ ഇക്ക എനിക്ക് സാരി വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ആവശ്യപ്പെട്ട സമയത്തൊക്കെ എനിക്ക് ഇക്ക കാശ് തന്നിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം 5 മാസം എൻ്റെ അടുത്ത് വരാതെ ഇക്ക എവിടെ പോയിരിക്കായിരുന്നു? നീ ആവശ്യപ്പെട്ട സമയത്തൊക്കെ ഇത് തരാൻ വേണ്ടി
ബാങ്ക് കുത്തിപ്പൊളിച്ച കേസിൽ പോലീസുകാർ എന്നെ പിടിച്ച് അകത്തിട്ടേക്കുമായിരുന്നു. ഇക്കയ്ക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇക്കയുടെ ബാപ്പയെ ഇവിടെ പറഞ്ഞു വിട്ട് കല്യാണം ആലോചിച്ചൂടെ? ഇക്കയെ കല്യാണം കഴിച്ച് ഇക്കയുടെ വീട്ടിൽ വന്ന് ഒരു മാടപ്രാവിനെ പോലെ പറന്നു നടക്കാൻ എനിക്ക് കൊതിയാവുന്നു. നീ മാടപ്രാവല്ല മതയാനയാന്ന് പറഞ്ഞാലും ആ ഏരിയയിലെ പിള്ളേരത്ര ശരിയല്ല. നേരം വെളുക്കുമ്പോ നിന്റെ തൂവല് പോലും ബാക്കി വെച്ചേക്കില്ല. റംല, ഞാൻ കുറച്ചാള് ഗൾഫിലാണെന്ന് വെച്ച് നീ പുതിയ കമ്പനിയൊക്കെ തുടങ്ങിയല്ലേ? അയ്യോ ഇക്ക, ഇത് പിന്നെ ഇവിടെ പലിശയ്ക്ക് വരുന്ന അണ്ണാച്ചിയാ. ഓ, വെറുതെ ഒരു പലിശക്കാരനെ തെറ്റിദ്ധരിച്ചു. അപ്പൊ അണ്ണാച്ചി സൗഖ്യമാ? വണക്കം. ഞാൻ ഉണങ്ങിയിട്ടൊന്നുമില്ല. അപ്പൊ വീട്ടിലെല്ലാവർക്കും സൗഖ്യമാ? ആമാ. അമ്മാവുക്ക് സൗഖ്യമാ? ആമാ. അണ്ണാവുക്ക് സൗഖ്യമാ? ആമാ. തങ്കച്ചിക്ക് സൗഖ്യമാ? ആമാ. ആമയ്ക്ക് സൗഖ്യമാ? ആമാ. മൊത്തം ആമയുടെ കളിയാ. അതൊക്കെ ഇരിക്കട്ടെ. ഈ ഗൾഫുകാരൻ കഫൂറിന്റെ വീട്ടിൽ വന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ. മുടിയാതണ്ണ. അയ്യോ, പൊടിയിട്ട ചായ ഒന്നും അല്ല, നല്ല സൂപ്പർ ചായ. അട്ട് ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? എൻ വാഴയ്ക്ക് കെട്ടുപോയ ചെന്ന. പുള്ളിക്കാരന്റെ വാഴയ്ക്കാക്കട്ടം കണ്ടു പോയിന്. ഈ പെണ്ണെ അതൊക്കെ എടുത്ത് കൊടുത്തു വിട്ടിട്ട് സന്തോഷമായിട്ട് പറഞ്ഞു വിട്ടാൽ മതി കേട്ടോ. ഞാൻ ഒരു ഗൾഫുകാരനാന്നുള്ള കാര്യം ഓർക്കണം. ഉൻ മൂഞ്ചിയെ പാത്താലേ തെരിയും. ഞാൻ അവിടെ പോയപ്പോ എന്ത് സംഭവിച്ചെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഊഞ്ഞാല്, ഊഞ്ഞാല്. ഹാവൂ, രക്ഷപ്പെട്ടു. ഏതാ റംല ഈ പോയ വസ്തു? ഈ കുടുംബത്തിന് ഒരു ഉപയോഗമില്ലാത്ത എന്റെ ഇക്കായ. നാളെ തന്നെ എന്റെ ഉമ്മയെയും കൊച്ചാപ്പയെയും വിളിച്ചുകൊണ്ട് വന്ന് സ്ത്രീധനമൊക്കെ പറഞ്ഞുറപ്പിച്ച് ഞാൻ നിന്നെ കെട്ടിക്കൊണ്ടു പോകാൻ പോകുക. നിർത്തടാ, നടക്കില്ല ഈ കല്യാണം. നിന്നെപ്പോലെ ഒരു പകയന് ഞാൻ എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കൂല. അതിന് എനിക്കെന്താ ഒരു കുഴപ്പം? 3 നേരം നമ്മുടെ മോൾക്ക് ആഹാരം കൊടുക്കാനുള്ള ചങ്കൂറ്റുണ്ടോ നിനക്ക്? ഉണ്ട്. അതിനെനിക്ക് 250 രൂപ ഡെയിലി തരുകയും വേണം. സത്താറിക്കട ചായക്കട തുറന്നു വയ്ക്കുകയും വേണം. എങ്കിലും ഞമ്മള് സമ്മതിക്കൂലടാ പകയ. എന്നാ ഒരു കാര്യം കേട്ടോ, ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഈ വീട്ടിൽ നിന്ന് പൊക്കിയിരിക്കും. ആഹാ, എന്നാ ഞമ്മളും വെല്ലുവിളിക്കണ്. നിനക്ക് അത്രയ്ക്ക് ചങ്കൂറ്റുള്ള ഒരു ആൺകുട്ടിയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിനക്ക് ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകാമോ? ഇന്ന് രാത്രി തന്നെ ഞാൻ ഇവിടെ പൊക്കിയിരിക്കും. കാണാടാ ആമിന, ഇവളെ പിടിച്ച് മുറിയിൽ പൂട്ടിയിട്. എന്നിട്ട് ആ താക്കോൽ എന്റെ കൈ കൊണ്ടുത്ത. പച്ച വെള്ളം കൊടുത്തേക്കരുത്. എന്നെ കൊണ്ടുപോകും. എന്നെ കൊണ്ടുപോകും. എന്നാ ഞാൻ തീരുമാനിച്ചു, നമുക്ക് കാണാം. ആ കാണാടാ. എന്റെ പടച്ചോനെ, നേരം ഒരുപാട് വെളുത്തല്ലോ. ഇനി നമ്മൾ എപ്പോഴാണ് യാത്രയായി പോണത്? എന്റെ പൊന്നു മനുഷ്യനെ, പോയല്ല പോയല്ല. നീ ബായി തലക്കണ്ട് കാര്യം പറയടി. എന്റെ മനുഷ്യനെ, നമ്മുടെ മോടെ മുറിയുടെ വാതില് തുറന്നു കിടക്കുന്നേ, അവളെ അവിടെ കാണുന്നില്ല. ആ പഹയം പറഞ്ഞ പോലെ ചെയ്ത് നമ്മുടെ മോളെ അടിച്ചോണ്ട് പോയി. നമ്മുടെ മോളെ അടിച്ചോണ്ട് പോയാ? ഉറപ്പാണ്? ഉറപ്പാണ്. സത്യാണല്ല? സത്യാണെന്ന്. നമ്മക്കിത് വിശ്വസിക്കാല? വിശ്വസിക്കാന്നേ. ഹാവൂ, ആശ്വാസമായി. മനുഷ്യനെ, എന്തിനാ നിങ്ങളവിടെ തുള്ളണത്? എന്തിനാണെന്നോ? എടി, ഇന്നലെ രാത്രി നമ്മുടെ മകളുടെ റൂമിന്റെ കതക് തുറന്നിട്ടത് ഈ ഞമ്മളാണ്. പഠിച്ചോനെ, എന്തിന്? ഇന്നത്തെ കാലത്തൊക്കെ ഒരു പെണ്ണിനെ കെട്ടിച്ചയക്കാൻ എന്ത് പാടാണെന്നറിയാവാ. അതുകൊണ്ട് അവനെ വാശി കയറ്റിച്ച് നമ്മുടെ മകളെ പൊക്കിക്കൊണ്ടു പോകാനുള്ള സൂത്രപ്പണി ഒപ്പിച്ചത് എങ്ങനെയുണ്ട്? ഓ, എന്റെ മനുഷ്യനെ, നിങ്ങളുടെ ഒരു ഒടുക്കത്തെ പണ്ടാരടങ്ങിയ ബുദ്ധി. നിർത്ത്. ഈ കുടുംബത്തോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? ഈ വീടിന് ഒരു ഗുണമില്ലാത്ത നിനക്ക് എന്താ പറയാനുള്ളത്? അത് തന്നെ പറ. പക്ഷെ ഈ കുടുംബത്തിന് ഉപകാരമുള്ള ഒരു കാര്യം ചെയ്ത് വെച്ചിട്ടെ. എന്ത്? ഇന്നലെ രാത്രി നമ്മുടെ റംലക്കുട്ടിയെ അടിച്ചോണ്ട് പോകാൻ നോക്കിയ പലിശക്കാരൻ അണ്ണാച്ചിയെ ഞാൻ പിടിച്ചു കെട്ടിയട്ട. ദാ നോക്ക്. ഇനി പറ, ഞാൻ ഈ വീടിന് ഗുണമുള്ളവനല്ലേ? വൃത്തികെട്ടവന്. ഇതാ പറയുന്നത്, പൊട്ടനെ ചെട്ടി ചതിച്ചാ ചെട്ടിയെ പടച്ചോൻ ചതിക്കുമെന്ന്.
കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ എന്താ മോനയച്ച പ്രശ്നം? ആ ഷാപ്പിലിട്ട് മത്തായി എന്നെ തല്ലി. ഞാൻ വഴിവാൾ വാസനും കൊട്ടേഷൻ കുട്ടപ്പിനും കൊട്ടേഷൻ കൊടുക്കാൻ പോവാ. ഇന്ന് അവനോട്ടൊരു പണി കൊടുത്തിട്ടേ ഉള്ളൂ. മോനായി ചേട്ടാ, നമ്മൾ ആരും തിരിച്ച് തല്ലരുത്, എല്ലാരും സ്നേഹിക്കണം. അപ്പൊ ആരും നമ്മളെ തല്ലത്തില്ല. എന്നിട്ട് നീ ലൗലിയെ സ്നേഹിച്ചാണല്ലോ നിന്റെ നാട്ടുകാര് തല്ലി. ആ സ്നേഹം വേറെ. ഓ ഐശ്വര്യ, സ്നേഹം ആരും തരത്തില്ല, നമ്മൾ പിടിച്ചു മേടിക്കണം. ഇത് കേട്ടോ. എന്നാലും എന്റെ ഷർട്ടിലെ കൈയാവും വലിച്ചീറിക്കാൻ. മോനായി ചേട്ടാ, മോനായി ചേട്ടൻ ഒരു ഗ്ലാസ് കള്ളു കുടിച്ചതിനല്ലേ അവൻ തല്ലിയത്? ദാ, ഇത് 100 രൂപയുണ്ട്. ഇതിനൊരു പൈന്റ് മേടിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ അടിക്കണം. എന്നിട്ട് ആ സ്നേഹം മത്തായിരെ പിടിച്ചു മേടിക്കേ. കുളിരിനോ ചേട്ടൻ ഓടക്കുഴൽ വായിക്കാൻ അറിയില്ലേ? പിന്നെ ഞാൻ അതും കൊണ്ടല്ലേ നടക്കുന്നത്. ഏത് രാഗത്തിന് വേണം? അടിപൊളി, സൂപ്പർ. ഞാൻ ഗിറ്റാർ വായിച്ചു പാടുന്നതാണോ ഓടക്കുഴൽ വായിക്കുന്നതാണോ കുട്ടിക്ക് ഇഷ്ടം? അതെ അതെ, ഓടക്കുഴൽ വായിക്കുന്നതാ ഇഷ്ടം. ആഹാ, അതെന്താ? അതാവുമ്പോ ഏതെങ്കിലും ഒന്ന് സഹിച്ചാ പോരെ. എന്താ? മത്തായി എന്നെ തല്ലിയടാ. ഇത് കേട്ടോ, എന്റെ ഷർട്ടിലെ കൈയാവും വലിച്ചീറി. അയ്യോ, അതെന്തിനാ മോനായി? നിനക്ക് സ്നേഹിക്കാൻ വേണ്ടി പൈന്റിന്റെ കാശും തന്നല്ലേ ഞാൻ വിട്ടത്? ഞങ്ങൾ അവിടെ ചെന്നൊരു പൈന്റ് വാങ്ങി, അതടിച്ച് തീർത്ത് ഞാൻ അവന്റെ സ്നേഹം പിടിച്ചു വാങ്ങാൻ തുടങ്ങിയതാ. പിന്നെന്തിനാ മറ്റേ കൈയും കൂടെ അവൻ വലിച്ചു കയറിയത്? ഒരു പൈന്റ് അടിച്ചിട്ട് ഞങ്ങൾക്കൊന്നും ആയില്ല. അതുകൊണ്ട് ഒരു പൈന്റ് കൂടെ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് എന്റെ ഷർട്ടിന്റെ ബാക്കി ഉണ്ടായിരുന്ന കൈയും വലിച്ചു കീറി നിലത്തിട്ട് ചവിട്ടി. കാശുണ്ടോ ഒരു 100 രൂപ? എന്തിനാ? അല്ല, അവന്റെ കുറച്ച് സ്നേഹം കൂടെ പിടിച്ചു വാങ്ങിക്കാനുണ്ടായിരുന്നേ. എന്റെ ഇനി കാശില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് സ്നേഹം പിടിച്ചു വാങ്ങിക്കണം. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് സ്നേഹം പിടിച്ചു വാങ്ങണം. ശരി, അപ്പൊ പിടിച്ചു വാങ്ങാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ സ്നേഹം അടിച്ചു വാങ്ങിച്ചോളാം കേട്ടോ. അപ്പൊ ഓക്കെ. സമാധാനായത് പലിശക്ക് പൈസ കൊടുക്കുന്ന ആരെങ്കിലും അറിയോ? എന്താ കാര്യം? എടോ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 1000 രൂപ വേണോടോ പോയി. അതിങ്ങി ഇത് തരാം. ഞങ്ങളെ പലിശക്ക് എടുത്തോണ്ട് വന്നിരിക്കുന്ന. എനിക്കും പലിശക്ക് മതിയടോ പോയി. ഞങ്ങൾ അയാളുടെ കാല് തിരിഞ്ഞ പിന്നെ ഈ കാശ് കിട്ടിയ അറിയാമോ? എനിക്കൊരിടം തീരുമാനമൊന്നും വയ്യ. പലിശ വേണേ കൊടുക്കാം. ആരാന്ന് വെച്ചാൽ ആളെ പറഞ്ഞ. നമ്മുടെ ഫൽഗുനൻ ചേട്ടൻ. ഫൽഗുനനോ? പലിശക്ക് പൈസ കൊടുക്കുന്നേ. അത് എവിടെടാ വീട്? സെമിത്തേരി മുക്കി ചെന്ന് ഏത് കൊച്ചുകുട്ടിനോട് ചോദിച്ചാലും മതി, ഫൽഗുനൻ ചേട്ടന്റെ വീട് പറഞ്ഞു തരും. സെമിത്തേരി മുക്ക്? അവിടെ ചെന്ന് ചോദിച്ചാൽ മതി. തരോടോ പോയി. പിന്നെ യാതൊരു പണിയില്ലാതെ തേരാപ്പാര അടക്കുന്ന ഞങ്ങൾക്ക് കാശി, പിന്നെ നിനക്ക് തരാതിരിക്കോ? പുള്ളിക്ക് പരിചയമൊന്നും വേണ്ട, പുള്ളിക്ക് പലിശ കിട്ടിയാ മതി. എന്റെ നാമ്പം കിട്ടുകയും ചെയ്യും. അനിയ, സെമിത്തേരി മുക്കുതാണോ? ഈ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഫൽഗുനൻ ചേട്ടന്റെ വീടറിയോ? അറിയാം. ഒന്ന് കാണിച്ചു തരാവോ? ഇവിടെ അടുത്താണോ? പിന്നെ വരാവോ? എങ്ങോട്ടാ? നേരെ. ഇനി എങ്ങോട്ടാ? അങ്ങോട്ട്. അങ്ങോട്ടാണോ? ഇനി എത്തില്ലയോടാ? കുറെ നേരം ആയല്ലോ കറങ്ങുന്നു. ഇനി ഇത്രയും കൂടെ ഉള്ളൂ. ഇതിലെയോ? എടാ, 10-15 കിലോമീറ്റർ ആയല്ലോ, ഇതുവരെ എത്തിയില്ലേ? ഇനി ആ വളവും കൂടെ തിരിഞ്ഞാ മതി. ആ വളവില്ല. വീടെത്തി. കിലോമീറ്റർ കുറെ ഓടിയാലെന്ത്, പെട്ടെന്ന് വീട് കണ്ടുപിടിച്ചല്ലോ. ഇതാണല്ലേ ഫൽഗുനൻ ചേട്ടന്റെ വീട്? ഇത് ഫൽഗുനൻ ചേട്ടന്റെ വീടല്ല, ഇത് എന്റെ വീടാ. അപ്പൊ ഫൽഗുനൻ ചേട്ടന്റെ വീടോ? എന്നെ സ്കൂട്ടർ കയറ്റിയില്ലേ സെമിത്തേരി മുക്കില്, തൊട്ടപ്പുറത്തെ വീടാ. ആ മഞ്ഞ പെയിന്റ് അടിച്ച വീടോ? ബൈ, ടാറ്റാ, താങ്ക് യുടാ. ഹായ് ചേട്ടായിയേ. എന്താണ്?
രാവിലെ മോന് ഞാൻ ചേട്ടായി എന്താ നോക്കിയിരിക്കുക. കാര്യം എന്താ? എനിക്ക് അത്യാവശ്യമായിട്ടൊരു 1000 രൂപ വേണം. പലിശ എത്രയായാലും കുഴപ്പമില്ല. എന്റെ പൊന്നു ലോലോ, ഞാൻ പലരോടും കടം മേടിച്ചിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. എന്തുറപ്പ് തരും? എടാ ചെക്കോ? അതല്ല, ചെക്ക് ലീഫോ ആധാരോ അങ്ങനെ വല്ല ഉണ്ടാ തരാൻ? പൈസ ഞാൻ അപ്പം തരും. 1000 രൂപയ്ക്ക് എന്തോ ഉറപ്പ് തരാനാ ചേട്ടായി. പിന്നെ അന്തസ്സും ആഭിജാത്യമുള്ള കുടുംബത്തിൽ പിറന്ന സൽസ്വഭാവിയും സത്യസന്ധനുമായ ചെറുപ്പക്കാരനെ 1000 രൂപ കൊടുത്തൂടെ? മതി. ആ അന്തസ്സും ആഭിജാത്യവും സത്യസന്ധനുമായ ചെറുപ്പക്കാരന് നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് നീ വിട്. ഞാൻ കാശ് അവന് കൊടുത്തോളാം. വല്ല പണിക്കുമ്പോഴാ. അപ്പൊ ഈ പറഞ്ഞതൊന്നും എന്റേതല്ലേ? ലോൺ എന്നോട് മിണ്ടണ്ട. എന്നെ സർക്കസ് കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എന്നെ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോയോ? സാം ഇന്നലെ ലീനയെ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോയി. രാജേഷ് ഇന്നലെ ജയ സർക്കസ് കാണിക്കാൻ കൊണ്ടുപോയി. എന്നെ സർക്കസ് കാണിക്കാൻ മാത്രം ആരുമില്ല. നിന്നെ സർക്കസ് കാണിച്ചു തരാൻ ആരുമില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ കാണിച്ചു തരാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സർക്കസ് കൊള്ളുകയല്ല. അവിടെ മൃഗങ്ങളൊന്നുമില്ല, ഒക്കെ സെൻസർ ചെയ്തു. പിന്നെ എനിക്ക് നന്നായിട്ട് സർക്കസ് കളിക്കാൻ അറിയാം. ഞാൻ ഇന്നലെ ഒരു സർക്കസ് കളിച്ചു, കണ്ടില്ലല്ലോ? ഞാനേ ഇന്നലെ നമ്മുടെ ഗ്രേസിയുടെ വീട്ടിൽ ഗ്രേസിയെ കാണാൻ പോയി. അല്ല, ഗ്രേസി നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഗ്രേസിയുടെ വീട്ടിന്റെ അടുത്തുള്ള മരത്തിന്റെ മണ്ടയിൽ കയറിയിരുന്നു. അപ്പൊ വഴിക്ക് തലകുത്തി കറങ്ങി 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 പുതക്കോളം താഴെ വന്ന് വീണു. അപ്പൊ ഗ്രേസിയുടെ അപ്പൻ ചോദിക്കുവാ, നീ എന്നതാടാ ഇവിടെ കിടന്ന് സർക്കസ് കളിക്കുന്നതെന്ന്. അപ്പൻ പേടിച്ചു പോയി. അപ്പൊ ഇന്നലെ വന്നെങ്കിൽ കാണാമായിരുന്നില്ലേ? കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിലേ അത് പറഞ്ഞാ മതി, ഞാൻ പോവാ. എങ്ങോട്ടാ? എന്റെ വീട്ടിലേക്ക്. ചെല്ല് ചെല്ല്, അവിടെ ആവുമ്പോ ഒരുപാട് മൃഗങ്ങളുണ്ടല്ലോ. ഇവിടെ ഇരിക്കുകയാണോ? അതെന്റെ ഫ്രണ്ടാ. ആണോ? കുറച്ച് നേരത്തെ വരായിരുന്നില്ലേ? അതെന്താ? അവക്ക് കൊരങ്ങനെ കാണണമെന്ന് പറഞ്ഞു ഒരേ വാശി. ആണോ? എന്നിട്ട് കാണിച്ചോ? താൻ ഇപ്പോഴല്ലേ കയറി വരുന്നേ കൊരങ്ങൻ. അത് പോട്ടെ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ? കൊതിയൻ. ഇതല്ല, നീ എങ്ങനെ ഈ പെണ്ണുങ്ങളെയൊക്കെ വല വീഴ്ത്തുന്നത്? ഒന്ന് പറഞ്ഞു തരുമോ? അതിനിച്ചിരി കഴിവൊക്കെ വേണം. ഒന്നാമത്തത് സൗന്ദര്യം വേണം, രണ്ടാമത്തത് പാട്ടറിയണം, പിന്നെ കവിത അറിയണം, പാടാനറിയണം. ചുരുക്കി പറഞ്ഞ ഒരു സർവകലാശാലകനായിരിക്കണം. സർവകലാശാലകനല്ല, സർവകലാ ബല്ലവൻ. അതറിയാല്ലേ? എന്നാ പിന്നെ നിന്നെ ഞാൻ പ്രേമത്തിന്റെ ചില പാഠങ്ങൾ പഠിപ്പിച്ചു തരാം. അടിപൊളി, കാണിച്ചോ? അടിപൊളി ചെയ്തോ? മനസമ്മതം തന്നാട്ടെ, മധുരം കിള്ളി തന്നാട്ടെ, മനസ്സിന്റെ പന്തലിലെ വിരുമുകാരി. ഏറ്റില്ല, പാട്ടേറ്റില്ല, സാഹിത്യമാവാം. 1000 സ്വപ്നമന്താരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂവാടിയാണു നീ. ഒരു ഓമൽ കവിത പോലെ, സുന്ദര സ്വപ്നം പോലെ, അഞ്ചന ശില്പം പോലെയാണ്. എവിടെയെങ്കിലും വന്നിരുന്ന വായിൽ നോക്കാൻ വായി നോക്കി. ലോലോ, അപ്പൊ ഇതാണല്ലേ പാഠം ഒന്ന്. ഹായ് ചിന്നു. ഹായ് ലോണ്ണ. ഞാനും വരുന്നു. ചിന്നു അങ്ങോട്ടാ? ഞാനേ മാർക്കറ്റിൽ നിന്ന് അരി സാധനങ്ങളും മേടിച്ച് വീട്ടിലെത്തിക്കണം. അതിന്റെ ഇടയ്ക്ക് എന്റെ കൂട്ടുകാരിയുടെ ഫോൺ. അവള് പനി പിടിച്ച ആശുപത്രിയില്ല. ലോണിനെ കണ്ടത് നന്നായി. ഈ അരി സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിക്കോ. എന്ത് സാധനം? അരി സാധനം. എന്തൊക്കെ വാങ്ങണ്ടേ? ഇന്ന ലിസ്റ്റ്. ഇതൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിച്ച എനിക്ക് എന്തോ തരും? ലോണിന് എന്ത് ചോദിച്ചാലും ഞാൻ തരും. എന്ത് ചോദിച്ചാലും തരുവോ? തരും. എങ്കിൽ ചാവൂ തരുവോ? ചാവോ? അതെന്ത് സാധനം? ഈ ബുദ്ധൂസിനൊന്നും അറിയില്ല. ഗേൾസ് ബോയ്സിനോട് ചോദിക്കാറുള്ളതാ. ചാവോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ക്ലൂതാ. ഒരു ക്ലൂ തരാം. ചക്കര. ബാക്കി ചിന്നു ഊഹിച്ചെടുത്തോ. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇത് പറയാനാണല്ലേ ഇത്ര വളച്ചു കിട്ടിയത്. ലോണിന് ഈ സാധനമൊക്കെ മേടിച്ചു കൊടുത്താ ഉറപ്പായിട്ടും ഞാൻ ലോണിന് പറഞ്ഞ സാധനം തരും. എന്നാ റെഡി. ഞാൻ ഇപ്പൊ തന്നെ സാധനങ്ങൾ മേടിച്ച് വീട്ടിലെത്തും. ചൂടോടെ വെച്ചേക്ക്. ബൈ.
മുഴുവൻ സാധനവും ഉണ്ട്. ലോണിനോട് ആരാ പറഞ്ഞത് ഇതൊക്കെ ചുമന്നോണ്ട് നടന്നു വരാനായിട്ട്? ഓട്ടോയ്ക്ക് വന്നുകൂടായിരുന്നോ? ലിസ്റ്റിലുള്ള സാധനം മുഴുവൻ വാങ്ങിക്കഴിഞ്ഞപ്പോ ഓട്ടോയ്ക്കുള്ള കാശില്ലാണ്ടായി. പിന്നെ ചിന്നുവിന്റെ ആ ചാ ഊ കിട്ടാനുള്ള ആവേശത്തിൽ ഞാൻ ഇങ്ങ് നടന്നു. ഒരു മിനിറ്റ് കേട്ടോ, ഞാനിപ്പോ വരാം. മതി. ഇനിയിപ്പോ വൈകാതെ തന്നെ ചിന്നുവിന്റെ ഒരു ചക്കര ഉമ്മ കിട്ടും. എത്ര കാലം കൊണ്ട് ഞാൻ കൊതിക്കുന്നതാ. ലോണ ഒന്ന് കണ്ണു നിറച്ച്. ഇന്നാ പിന്നെ, ഇത് കണ്ണു തുറക്ക്. ചക്കര ഉണ്ടയോ? ചക്കര ഉണ്ടാ? ലോണിലല്ലേ എന്നോട് ചാവ് വേണോന്ന് പറഞ്ഞത്? അത് ചക്കര ഉണ്ടയുടെ കാര്യല്ലേ?